ആരെങ്കിലും ഉണ്ടോ? 4ാം ക്ലാസ് ഉണ്ടോ? കാരണം നമ്മൾ ഒറ്റ പ്രാവശ്യം നടത്തുള്ളൂ കേട്ടോ. മിഠായിയാണ് പെറുക്കുക കേട്ടോ, മിഠായി മാത്രം കേട്ടോ. വിസിലടിച്ചില്ല കൊത്തി പറക്കരുത് കേട്ടോ. കിട്ടിയോ? ചോക്കാട്ടുള്ള മുഹമ്മദിന്റെ ചികിത്സയ്ക്ക് സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ സജീവമായി നമ്മൾ പങ്കെടുക്കാറുണ്ടായി. എന്നാൽ ഇനി കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്തൊരു പെർഫോമൻസിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കേൾക്കാം. ആ പെർഫോമൻസിനായിട്ട് നമുക്ക് കുടുംബശ്രീ അംഗങ്ങളെ വേദിയിലേക്ക് ഗ്യാപ്പില് നമ്മൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കും. അതിനുശേഷം അവരുടെ പാട്ട് കയറും. ഓക്കെ, ശ്രേയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സദ്യ നമ്മുടെ പുറകുവശത്തായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടി തടസ്സമില്ലാതെ തുടർന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഓരോരുത്തരും
ഒരിക്കൽ കൂടെ ഒരു നിറഞ്ഞ കൈയ്യടി നമുക്ക് മാവേലിക്ക് നൽകാം. മാവേലി തമ്പുരാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഓണപ്പാട്ടോടുകൂടി നമുക്ക് പരിപാടി ആരംഭിക്കാം. അപ്പോൾ ഗായക സംഘത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളുടെ പ്രോഗ്രാം ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. പ്ലീസ് അനീഷ് നീലാംബരി ആൻഡ് ടീം. സൽമാൻ ഈ ക്ലബിലെ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമാക്കി അറിയിക്കുകയും ചെയ്യണം. അപ്പൊ ഈ നിങ്ങളുടെ ഓണാഘോഷം ഒത്തിരി നന്നായിരിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയപ്രദമായി തീരട്ടെ എന്ന് എനിക്ക്
ഒന്ന് ഇഷ്ടാവും. ഒരു ഡീപ് ബ്രത്ത് എടുക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം, റിലാക്സ് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? ഇപ്പം പെട്ടെന്ന് ഒരു പാട്ട് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻകൂട്ടി പ്ലാൻ ചെയ്തോന്നല്ലല്ലോ, അല്ല ചിലപ്പോൾ സംശയം ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പം ഒരു പാട്ട് മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു, അതായത് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അറിയുന്ന ഒരു പാട്ട്, കാരണം അറിയാത്ത പാട്ടാകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. മലയാളം പാട്ട് തന്നെ ആയിക്കോട്ടെ, പഴയത് പുതിയത് എന്നുള്ളത് മാഷിന്റെ താല്പര്യം. ഓക്കെ, റെഡി? വിചാരിച്ചു, റൈറ്റ്? എന്റെ കണ്ണിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. പഴയ പാട്ടാണ്. ഓക്കെ, റൈറ്റ്? മെയിൻ സോങ് ആണ്, മെയിൻ സോങ്, റൈറ്റ്? നമ്മൾ മനസ്സിൽ നിന്ന് വായിച്ചെടുക്കുക എന്നാണ് ഇതിന് പറയുക, അല്ലേ? അപ്പൊ നമ്മൾ അധ്യാപകനാണല്ലോ. കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയാറുണ്ട് അവരോട്, എഴുതി പഠിക്കുക എന്ന് പറയും. എഴുതി പഠിക്കുക എന്നതിന്റെ ഗുണം എന്താണ്? പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. യെസ്, ദാറ്റ്സ് റൈറ്റ്. മനസ്സിലാണ് ഇത് പഠിക്കുക. അപ്പം എനിക്ക് കിട്ടുന്നതും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നാണ്. ഇതൊരു ഹ്യൂജ് അറ്റംപ്റ്റ് ആണ്. പൊട്ടി പാളീസായത് നിങ്ങൾ കൈയടിക്കണം, എഴുതില്ലേ? കാരണം നമ്മുടെ ചെറിയ പരിപാടിക്ക് ഇത് ചെയ്തു പോകുന്നുണ്ട്. മഴവിൽമലയുടെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ എന്റെ മുഖത്ത് അറിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? ഓക്കെ, അപ്പം ആ പാട്ടിന്റെ ആദ്യത്തെ ഒരു 2 വരി അല്ലെങ്കിൽ 1 വരി നിങ്ങൾ ഈ ഒരു ക്യാൻവാസ് വന്ന് എഴുതുക. എന്നെ കാണിക്കരുത്. ഓക്കെ, എഴുതുക. എന്നെ കാണിക്കാൻ പാടില്ല, എഴുതാം. ഓക്കെ, എഴുതി. യെസ്, എഴുതോ? ഓക്കെ, റെഡി? എഴുതി. ഇംഗ്ലീഷിലാണ് എഴുതിയത്, മലയാളത്തിലാണ്. ഓക്കെ, ആ വരികളിലേക്ക് ശ്രദ്ധിച്ചൊന്ന് നോക്കുക. ഓക്കെ, മാഷ് ദാസേന്റെ പാട്ടാണ്. ആ പാട്ടൊന്ന് മനസ്സിലൊന്നും ഇങ്ങനെ പാടിക്കേ. മനസ്സിൽ ഉറക്കെ പാടരുത്, മനസ്സിൽ ഉറക്കെ പാടുക. ഓക്കെ, അത് മനസ്സിൽ പാടി ഉറപ്പാണെങ്കിൽ അതിലൊരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, കംപ്ലീറ്റ് ആയോ? എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക കംപ്ലീറ്റ് ആയോ എന്നുള്ളത്. ബ്രാൻഡാണ്, അറിയാം. റെഡി? ഓക്കെ, ഇനി ഞാൻ ഫോൺ തരാം. ഓക്കെ, ഇനി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഞാൻ അതൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നത് ശ്രമമാണെന്നതാണ്. ഒന്ന് കണ്ണടയ്ക്കാം, കണ്ണടച്ചിട്ട് എത്രത്തോളം ശബ്ദം എടുക്കാൻ പറ്റും അത്രത്തോളം ശബ്ദത്തിൽ ആ പാട്ട് പാടുക. മനസ്സിൽ പാടുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ എങ്ങനെ എനിക്ക് ശ്രമിച്ചു നോക്കാം, അല്ലേ? ഓക്കെ, ഞാന് സിനിമ സിനിമയിലെ താരമാണെന്ന് മാഷിന് അറിയാം, അല്ലേ? ആ സിനിമയിൽ അഭിനയിച്ച നടനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ? നടനെ നടൻ തോന്നുന്നത് ചെരുവിൽ നടനാണെന്ന് തോന്നുന്നു, അല്ലേ? നമ്മുടെ ലാലേട്ടന്റെ മൂവിയാണ്, അല്ലേ? 90-കളിൽ ഇറങ്ങിയ സിനിമയാണ്. സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു സിനിമയാണ്, റൈറ്റ്? സംഗീതം ആരാണെന്ന് അറിയാമോ? പറയണ്ട. സംഗീതം, ആ സിനിമയുടെ സംഗീതം ആരാണെന്ന് അറിയാമോ? ഈ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്, റൈറ്റ്? ഓക്കെ, എനിക്ക് പാടാൻ അറിയില്ല അത്, എങ്കിലും ഉറക്കെ പാടും. ഞാൻ അതിൽ ആ പാട്ടിന്റെ ആദ്യത്തെ വരിയുടെ അക്ഷരം ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ലെറ്റർ എഴുതാം. ഓക്കെ, ആദ്യത്തെ ലെറ്റർ മാത്രം ഇംഗ്ലീഷിലാക്കുമ്പോൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കാണാമോ? ഒന്നുകൂടി അയ്യൊക്കെ നിറയ്ക്കും. കാണുന്നുണ്ടോ? സുഖസായാനം പോലെ തെളിദീപം കൈവിരലിൽ കൈക്കുമ്പിൽ നിറയും. താങ്ക് യു.
ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, താങ്ക് യു, രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉത്തരം അവിടെ നിന്നാണ് വന്നത് അല്ലേ? റഫറി അടുക്കം റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും. ആവേശം നിറഞ്ഞ വടംവലി മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മുഴുവൻ ആളുകളും സൈഡിലേക്ക് കൊടുക്കും. സൈഡിലേക്ക് ബാക്കിയുള്ളവർക്ക് കാണണേ, ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ആളുകൾ ഇരുവശങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. വടം ടൈറ്റ് ചെയ്യാനാണ്, വലിക്കാനല്ല, ടൈറ്റ് ചെയ്യാനാണ്, വടം ടൈറ്റ് ചെയ്യാനാണ്. ആവേശകരമായ വടംവലി മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മിസ്സിലെ നദി തുടങ്ങാം. ആവേശത്തിന്റെ പിടിമുറുക്കം പിടിച്ചുകൊണ്ട് സ്ത്രീശക്തിയുടെ ശക്തി കാണിക്കാൻ പടക്കാനും പടമേടും തമ്മിൽ ആവേശത്തിന്റെ കമ്പത്തട്ടിലേക്ക് തീവെടുക്കാൻ ആനയുടെ ശക്തിയും കുതിരയുടെ ശക്തിയും പടക്കാനും പടമേടും തമ്മിൽ ആവേശത്തിന്റെ പിടിമുറുക്കത്തിൽ മത്സരങ്ങൾ നടത്തുവാൻ സൗകര്യമെന്ന് അറിയുകയാണ്. ആകാശത്തിന്റെ കമ്പക്കെട്ടുകൾക്ക് കൈകൊടുത്തുകൊണ്ട് ഒരു ചോദ്യത്തിൽ ആവേശവും മറുചേരിയും വടക്കരവും തമ്മിൽ ആവേശത്തിന്റെ കൊടുമുടികൾ കീഴടക്കാൻ ആവേശത്തിന്റെ തിരുവടികൾ കളിക്കാൻ